നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സാമൂഹ്യ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് ഉദ്യോഗസ്ഥ പരിശീലനത്തിനെ കുറിച്ചാണ്. ഇതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് കേരള സർവകലാശാല തുടർ വിദ്യാഭ്യാസ പഠന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറും ട്രെയിനിങ് കൺസൾട്ടന്റുമായ ഡോക്ടർ പി ഗോപിനാഥൻ പിള്ളയാണ്. സ്വാഗതം ചെയ്യാം സാറിനെ സാമൂഹ്യ പാഠത്തിലേക്ക്. സ്വാഗതം സാർ. സാർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഉദ്യോഗസ്ഥ പരിശീലനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എന്തൊക്കെയാണ്? ജനങ്ങളുടെ സംരക്ഷണവും ഉപജീവനവും വികസനവും ഭരണകൂടത്തിൻ്റെ കടമയാണ്. ഇത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടേതാണ്. ഈ സംവിധാനം നേരെ ചൊവ്വെ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സാധാരണക്കാരുടെ ജീവിതം താറുമാറാകും. നല്ല ഭരണം കിട്ടാനുള്ള ഒരു വഴി ഉദ്യോഗസ്ഥന്മാർക്ക് ശരിയായ പരിശീലനം നൽകുകയാണ്. പരിശീലനമില്ലാതെ ബൃഹത്തായ ഒരു ഭരണം സാധ്യമല്ല. ഭരണത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, അതിൻ്റെ പ്രസക്തി, ഭരണ വൈദഗ്ധ്യം, ജനങ്ങളോടും രാജ്യത്തോടുമുള്ള ശരിയായ മനോഭാവം എന്നിവ ഉദ്യോഗസ്ഥന്മാരിൽ വളർത്തിയെടുക്കണം. ഗവൺമെൻറ് സേവനം ഈ രാജ്യത്തെ പൗരൻ്റെ അവകാശമാണ്. എന്നാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇത് ഔദാര്യമായി കാണുന്നു. ഇവിടെയാണ് കുഴപ്പം. ഈ കുഴപ്പം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവത്തിൽ മാറ്റം അനിവാര്യമാണ്. അതിന് പരിശീലനം അത്യാവശ്യമാണ്. സർ, ഇന്ത്യയിൽ ഈ സിവിൽ സർവൻസിൻ്റെ പരിശീലനം ചുമതല വഹിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഇന്ത്യയിൽ സിവിൽ സർവീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലനത്തിനുള്ള നോഡൽ ഏജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. നമുക്ക് ഇന്ത്യയിൽ ദേശീയ പരിശീലന നയമുണ്ടോ സാർ? നമുക്ക് ഇന്ത്യയിൽ ഒരു നാഷണൽ ട്രെയിനിങ് പോളിസി രൂപം കൊടുത്തിട്ടുണ്ട്. നാഷണൽ ട്രെയിനിങ് പോളിസി രൂപം കൊടുത്തത് 1996 എന്നാൽ സിവിൽ സർവീസിൽ വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 2012 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതിയ നാഷണൽ ട്രെയിനിങ് പോളിസിക്ക് രൂപം കൊടുക്കുകയും അത് ഫലപ്രദമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദേശീയ പരിശീലന നയം രൂപീകരിക്കാനുണ്ടായ കാരണം എന്താണ്? ദേശീയ പരിശീലനം നയം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റാണ്. ഈ അമെൻമെൻറ്റിൻ്റെ ഫലമായിട്ട് നമ്മുടെ പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ സംവിധാനങ്ങളിലേക്ക് കൂടുതൽ വിഭവങ്ങളും അധികാരങ്ങളും കൈമാറുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയുണ്ടായി. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് അനിവാര്യമായി വന്നു. അതുകൂടാതെ തന്നെ വളരെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച, കാലാവസ്ഥ വ്യതിയാനം, ആഗോളവത്കരണം, രാജ്യം നേരിടുന്ന വിഘടനവാദികളുടെ ഭീഷണി തുടങ്ങിയവ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ട് വന്നു. ഇതിനോടൊപ്പം തന്നെ മാറിയ സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ കൂടുതൽ സജ്ജരാക്കേണ്ടി വന്നു. അതാണ് നാഷണൽ ട്രെയിനിങ് പോളിസി ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഈ നമ്മുടെ ദേശീയ പരിശീലന നയം ഉണ്ടാകുന്നതിന് മുമ്പ് പരിശീലനം നൽകിയിരുന്നോ? ദേശീയ പരിശീലന നയം ഉണ്ടാകുന്നതിന് മുൻപ്, രൂപപ്പെടുത്തുന്നതിന് മുൻപ് പരിശീലനം നൽകിയിരുന്നു. എന്നാൽ വളരെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പരിശീലനം ലഭിച്ചിരുന്നുള്ളൂ. ഗ്രൂപ്പ് ബി, സി, ഡി തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു പരിശീലനം ലഭിച്ചിരുന്നില്ല. അതിനോടൊപ്പം തന്നെ പരിശീലനത്തിന് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓഫ് ട്രെയിനിങ്, സാറ്റ് എന്ന് ഞങ്ങൾ പറയും, സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓഫ് ട്രെയിനിങ് അതിനു മുൻപ് ഒരിക്കലും രൂപപ്പെടുത്തിയിരുന്നില്ല. സാർ, ഈ ഉദ്യോഗസ്ഥ പരിശീലന പരിപാടിയുടെ ഉദ്ദേശം എന്താണ്? ഓരോ ജോലിയിലും നിയമിക്കപ്പെടുന്നവർക്ക് അവരുടെ തൊഴിൽ ഫലപ്രദവും കാര്യക്ഷമവുമായി നിർവഹിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം പരിശീലനത്തിലൂടെ നൽകുന്നു. ഓരോ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും പൊതുവായിട്ടുള്ളതും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഷയങ്ങളിലും പരിശീലനം നൽകണം. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്?